മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓണാഘോഷങ്ങൾ നമുക്കറിയാം മലയാളിയുടെ സ്വന്തമായ ഒന്നാണ്. എല്ലാ ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കും അപ്പുറത്തായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരുന്ന അപൂർവമായ ദിവസങ്ങളാണ് ഓണാഘോഷ പരിപാടി. ബന്ധുക്കളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, അയൽക്കാരോടൊപ്പം നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. മഹാബലിയെ കുറിച്ചും വാമനനെ കുറിച്ചുമുള്ള കഥകളെല്ലാം നമുക്കറിയാം. തനിക്കിഷ്ടമായ തന്റെ പ്രജകളെ കാണാൻ മാവേലി മന്നൻ ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുമെന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യത്തിന്റെ, നമ്മുടെ സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം. അതിനപ്പുറത്തായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തെല്ലായിടത്തും ഓരോ കൊയ്ത്തുത്സവങ്ങളുണ്ടാകും. കാർഷിക സമൂഹമായിരുന്നു നമ്മുടേത്. എല്ലാ രാജ്യങ്ങളിലും, ആദിവാസി ഗോത്രങ്ങളുടെയിലും എല്ലാ വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരു ഉത്സവം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇത് കൊയ്ത്തുത്സവം കൂടിയാണ് ഓണം. കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഒരു കാലത്ത് മുഴുവൻ നടത്തിയ അധ്വാനത്തിന്റെ പരിണത ഫലം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, പത്തായങ്ങൾ നിറയുമ്പോഴുള്ള സന്തോഷം. ഈ ഓണത്തിന്റെ പ്രത്യേകത പ്രകൃതി കൂടി ഹരിതാഭയാർന്ന് പുഷ്പിച്ചു നിൽക്കുകയാണ്. പ്രകൃതി കൂടി മനുഷ്യന്റെ സന്തോഷത്തിൽ പ്രകൃതി കൂടി പങ്കാളികളാകുന്ന അപൂർവമായ സമയമാണ്. അതുകൊണ്ടാണ് ഈ സർക്കാർ തീരുമാനിച്ചത് ഓണം ഗംഭീരമായി എല്ലാവരും ആഘോഷിക്കേണ്ടത്. എല്ലാവരും കരുതിയത് ഒരുപാട് ധനപ്രതിസന്ധിയിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതൊക്കെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഓണ ആഘോഷത്തിന് ഒരു മുട്ടും വരുത്തിയിട്ടില്ല. ഇതുവരെയുള്ള കുടിശ്ശികകളെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കോടി രൂപ ആയി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തലചുറ്റി വീഴും. ആ സ്ഥിതിയിൽ അത്രമാത്രം പണം എല്ലാ രംഗത്തുമുള്ള സാധാരണക്കാർക്ക്, പണം കിട്ടാതെ മാസങ്ങളായി കാത്തിരിക്കുന്ന ആളുകൾ, കുടിശ്ശികയായി കാത്തിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും ആവശ്യമായ പണം. അതിനപ്പുറം കേരളത്തിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ എല്ലാ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിൽ സബ്സിഡിയുള്ള 13 നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കും. അത് കയറി നോക്കിക്കോ, എല്ലായിടത്തും സബ്സിഡിയുള്ള. അതുകൊണ്ടാണ് വലിയ വിലക്കയറ്റമൊന്നും ഉണ്ടാകാത്തത്. വലിയ വിലക്കയറ്റം ഉണ്ടാവും. സബ്സിഡി ഐറ്റംസ് വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്, അതിന് വിലയും കൂട്ടിയിട്ടില്ല. നല്ല രീതിയിൽ കൃത്യമായി പാക്ക് ചെയ്യും. 2 മാസം മുമ്പേ കൃത്യമായി ആസൂത്രണം ചെയ്തു. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത റെക്കോർഡ് വിൽപ്പനയും നടക്കുന്നുണ്ട്. ആളുകൾ ഇറങ്ങുന്നുണ്ട്. റോഡിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പരിപാടിക്കൊന്നും നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റില്ല. കാരണം അത്ര വലിയ ആൾക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും, കേരളം മുഴുവൻ. ഞാൻ ഇന്നലെ മലബാറിൽ പോയി, മിനിഞ്ഞാന്ന് മലബാറിൽ പോയി, ഇന്നലെ തെക്കോട്ട് പോയി. എല്ലാ സ്ഥലത്തും ഇതാണ്, ആളുകൾ ആഘോഷിക്കുക. മൂവാറ്റുപുഴയും അവരുടെ തനതായ ത്രിവേണി സംഗമമായ മൂവാറ്റുപുഴയിൽ ത്രിവേണി ഓണം ആഘോഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഊഷ്മളമായ ഓണാശംസകളും ഞാൻ നേരുന്നു. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നത്, എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മൂവാറ്റുപുഴ ജില്ലയിൽ നിന്ന് എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുന്നുണ്ട്. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.